ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ തപസ്സുകാലത്ത് കർത്താവിൻ്റെ പീഡാസഹന, കുരിശുമരണ, ഉത്ഥാന രഹസ്യങ്ങളുടെ തിരുനാളുകൾ കൊണ്ടാടുവാനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഈശോയുടെ കുരിശുമരണം. ഈശോയുടെ കുരിശുമരണം എന്തോ അറിയാത്ത ഒന്നിനു വേണ്ടിയിട്ടല്ല, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ്. ദൈവപിതാവ് എത്ര സ്നേഹത്തോടെയാണ് ഒരു കാര്യം ഏറ്റെടുത്തത്. ഈശോ എത്ര സ്നേഹത്തോടെയാണ് ആ കാര്യം ഏറ്റെടുത്തത്, ആ ദൗത്യം. 2 കൊരിന്തോസ് 5:21 അതിപ്രകാരമാണ്: നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവന് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. 2 കൊരിന്തോസ് 5:21 എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവന് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പാപമൊഴുകിയ മനുഷ്യർക്ക് സമനായ ഈശോയെ പാപത്തെപ്പോലെയാക്കി എന്നാണ് ആ വചനം പറയുക. പാപമാക്കി. പാപമെന്താ? നശിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പാപി രക്ഷിക്കപ്പെടണം, പാപം നശിപ്പിക്കപ്പെടണം. പാപി രക്ഷിക്കപ്പെടണം, പാപം നശിപ്പിക്കപ്പെടണം. അപ്പോൾ ഈശോ നശിപ്പിക്കപ്പെടേണ്ട, അതായത് കുരിശിൽ മരിക്കേണ്ട ഒരു കാര്യമായി ഈശോയെ മാറ്റി ദൈവം, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി. എത്ര വളരെ വലിയ സീരിയസ് ആയിട്ടാണ് ദൈവം ഈ ഒരു കാര്യത്തെ, വിഷയത്തെ എടുത്തിരിക്കുന്നത്. പാപത്തിന് പരിഹാരം ദൈവം ചെയ്തു. അപ്പം പാപത്തിൽ നിന്ന് വിമുക്തരായി ജീവിക്കുക എന്നത് എത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ചുങ്കസ്ഥലത്തിരിക്കുന്ന, ചുങ്കസ്ഥലം ഒരു പാപമേഖല എന്നാണ്. അപ്പോൾ പാപമേഖലയിലിരിക്കുന്ന ഒരു ആളെപ്പോലും രക്ഷിക്കാൻ ഈശോ കടന്നു വരുന്നു. ഒരാൾക്ക് വേണ്ടി ചെയ്യോ? അല്ല, ഒരാൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് പിന്നെയും വന്ന് ഓരോരുത്തരെ സമീപിച്ചവരെ രക്ഷിക്കുന്നത് പോലെ ദൈവം ഓരോ മനുഷ്യരെയും വ്യക്തിപരമായിട്ട് നേടിയെടുക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മളെ ദൈവം സമീപിക്കും. നമ്മുടെ പാപാവസ്ഥയിലും ദൈവം നമ്മളെ സമീപിക്കുമെന്നൊരു ആശ്വാസം നമുക്കുണ്ട്. നമ്മൾ കർത്താവിൻ്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ. ഇന്ന് ഒരു കുഞ്ഞ് പള്ളിയിലേക്ക് വരുന്ന വഴി ആ കുഞ്ഞിൻ്റെ എന്തോ ഒരു അനുസരണക്കേടിനെ അമ്മ ശാസിച്ചു. അപ്പോൾ കുഞ്ഞിനങ്ങ് ദേഷ്യമായി. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് പള്ളി വന്നപ്പോഴും അവനോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല, എനിക്ക് പറ്റില്ല. അപ്പോൾ അതൊരു എവിടെയോ ഒരു കുറ്റപ്പെടുത്തൽ വന്നതുകൊണ്ടാണ് അവനത് പിന്നെ അന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സങ്കടം അങ്ങ് മാറി. പിന്നെ അവൻ മുട്ടുകുത്തി കുരിശടയാളം വരച്ചു. അപ്പോൾ ദൈവം നമ്മളെ അത്ര കണ്ടങ്ങ് കുറ്റപ്പെടുത്തി, നമ്മളെ സങ്കടപ്പെടുത്തിയൊന്നുമില്ല. നമുക്ക് ഒരു കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ അത് പരിഹരിച്ചേ പറ്റൂ, പാപം ഏറ്റുപറഞ്ഞേ പറ്റൂ, അതല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ടാണല്ലോ ഒരാൾക്ക് വേണ്ടി കൂടി പോലും ദൈവം ഇറങ്ങി വരുന്നത്, ഒരാളെപ്പോലും ദൈവം സമീപിച്ച് രക്ഷിക്കുന്നത്, നഷ്ടപ്പെട്ട ഒരാടിനെ പോലും അന്വേഷിച്ച് പോകുന്നത്. അത് രക്ഷിക്കപ്പെടണം, അത് രക്ഷപ്പെട്ട് തിരിച്ച് വന്നേ പറ്റൂ, അത് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം എന്ന് ദൈവത്തിനൊരു നിർബന്ധമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലാണ്. ദൈവം നമ്മളെപ്പോഴും ഇങ്ങനെ അനുനയിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചുങ്കസ്ഥലത്ത് ലേവിയെ വിളിക്കാൻ, ലേവി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായി മാറുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി അവിടെ പൂർത്തിയാക്കപ്പെടുകയാണ്. ദൈവം വന്ന് വിളിക്കുകയാണ്. ഇനി ലേവിയുടെ ഭാഗത്ത് പാപസ്ഥലത്ത് നിന്ന് അവൻ ഉടനെ എഴുന്നേറ്റു. ഒരു നടപടി ഉണ്ടായി. വിളിയുടെ തീക്ഷ്ണത അവന് മനസ്സിലായി. എന്താണ് അല്ലെങ്കിൽ ആ പാപത്തിലിരുന്നതിൻ്റെ ദുരിതം അവനത് മനസ്സിലായി. ഇനി ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്നവന് മനസ്സിലായി. പാപമേഖലയിൽ വലിയ മെച്ചമൊന്നുമില്ലെന്ന് മനസ്സിലായി. ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ജീവിതം രക്ഷപ്പെടിയാലെന്ന് മനസ്സിലായി. ഞാനൊരൊറ്റ കുമ്പസാരം നടത്തിയാൽ രക്ഷപ്പെട്ടു പോരാവുന്ന ജീവിതമാണ് എൻ്റെതെന്ന് അവന് മനസ്സിലായി. ഞാനൊന്ന് കുമ്പസാരിച്ചാൽ വിവാഹ തടസ്സം മാറും എന്ന് പലർക്കും ബോധ്യം കിട്ടുന്നുണ്ട്. ഞാനൊന്ന് കുമ്പസാരിച്ചാൽ എൻ്റെ കുടുംബത്തിൽ കുഞ്ഞ് ജനിക്കുമെന്ന് ബോധ്യം കിട്ടുന്നുണ്ട്. ഞാനൊന്ന് കുമ്പസാരിച്ചാൽ എനിക്ക് ജോലി കിട്ടുമെന്ന് ബോധ്യം കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ബോധ്യം ലേവിക്ക് കിട്ടി. ലേവി അവിടെ നിന്ന് എഴുന്നേറ്റു.
എഴുന്നേൽക്കുക എന്നതിന് കുമ്പസാരിക്കുക എന്നൊരു അർത്ഥമുണ്ട് ബൈബിളിൽ. എഴുന്നേൽക്കുക. ലേവി എഴുന്നേറ്റ് അങ്ങനെയാണ് വചനം പറയുക. ലേവി എഴുന്നേറ്റ് പറഞ്ഞു. അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവൻ അനുഗമിച്ചു എന്ന് പറഞ്ഞാൽ പോരെ. അവനെല്ലാം ഉപേക്ഷിച്ച് അവൻ അനുഗമിച്ചു എന്ന് പറയുന്നതിന് പകരം അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവൻ അനുഗമിച്ചു. ഇത് സഖ്യവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ തിരികെ കൊടുക്കും, ഞാൻ ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ കൊടുക്കും. ധൂർത്തപുത്രൻ എഴുന്നേറ്റ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. എഴുന്നേൽക്കുക എന്നത് കുമ്പസാരിക്കുക എന്നൊരു അർത്ഥമുണ്ട്. 1 രാജാക്കന്മാർ 19:7 എഴുന്നേറ്റ് ഭക്ഷിക്കുക. ഏലിയോടെ കർത്താവിൻ്റെ ദൂതൻ തട്ടി ഉണർത്തി വിളിച്ചിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. എഴുന്നേറ്റ് ഭക്ഷിച്ചാൽ യാത്ര സുഖകരമായിരിക്കും, കഷ്ടപ്പാടൊക്കെ മാറും. എഴുന്നേൽക്കുക, കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക. എഴുന്നേറ്റ് ഭക്ഷിക്കുക, കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക. ഇല്ല, അങ്ങനെ വ്യാഖ്യാനിച്ച് എഴുന്നേറ്റ് ഭക്ഷിക്കുക, കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക, നീ രക്ഷപ്പെടും, നിനക്ക് സമാധാനം ഉണ്ടാകും. 1 രാജാക്കന്മാർ 19:7 എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. ഏലിയാ പ്രവാചകൻ എഴുന്നേറ്റ് ഭക്ഷിച്ചു, ആ വിശപ്പടക്കിയിട്ട് അതിൻ്റെ ശക്തിയാൽ പിന്നെ മുന്നോട്ട് പോയി. അപ്പോൾ ഇനി ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ലേവിയുടെ കഥ മർക്കോസും പറയുന്നുണ്ട്, മത്തായിയും പറയുന്നുണ്ട്. പക്ഷേ ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു കാര്യം പറയുന്നത്, ലേവി തൻ്റെ വീട്ടിൽ അവന് വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി. ഒരു പാവി പെട്ടെന്ന് ചുങ്കസ്ഥലത്തിരുന്നേച്ച് ഒരാളെ എഴുന്നേറ്റ് പോയിട്ട് ഒരു വിരുന്ന് നടത്താൻ നമ്മൾ പറയും, അയാൾ ആളുകളെയൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുത്തു, ചെറിയ തോതിലായിരിക്കും, കുറച്ച് പേരെ വിളിച്ചു കാണും, പിന്നെ അവൻ അതിനൊക്കെ പറ്റുമോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ, ഏലി ചെയ്ത ഒരു വലിയ വിരുന്ന് നടത്തി. ഇന്ന് പരിശുദ്ധ കുർബാന എന്ന വിരുന്ന് നല്ല സന്തോഷത്തോടെ പങ്കെടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നീ എഴുന്നേറ്റിട്ടില്ല പ്രിയ ദൈവവൈതലേ. നിനക്ക് എവിടെയോ ഒരു തീരുമാനം നീ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഈ വിരുന്ന് വലിയ സന്തോഷത്തിൻ്റെ കാരണമായി മാറും. ഇന്ന് പരിശുദ്ധ കുർബാനയൊക്കെ നീ നിഷേധിച്ച് കളയുന്നുണ്ടെങ്കിൽ, ഞായറാഴ്ച ആചരണം നിനക്ക് അത് വിലപ്പെട്ട കാര്യമായി മാറുന്നില്ലെങ്കിൽ, നീ എഴുന്നേറ്റിട്ടില്ല, നീ തീരുമാനിച്ചിട്ടില്ല, നീ ഇപ്പോഴും പിടുത്തം വിട്ടിട്ടില്ല. ചുങ്കസ്ഥലം പോലെയുള്ള പിടുത്തങ്ങൾ നീ പിടിവിട്ടിട്ട് തമ്പുരാനെ പിടിച്ചാൽ നിനക്ക് വലിയ സന്തോഷം ഉണ്ടാകും. അങ്ങനെ വിരുന്ന് നടത്തി വലിയ സന്തോഷം, അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടായി കാണും. അതുകൊണ്ടല്ല അയാൾ ആ വലിയ വിരുന്ന് നടത്തിയത്. അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും. ആ ചുങ്കസ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നതിൻ്റെ സന്തോഷം അയാൾക്ക് വലുതാണ്. അതുകൊണ്ടാണ് അയാൾ ആ വലിയ വിരുന്ന് നടത്തിയത്, ചെറിയ വിരുന്നല്ല, കർത്താവിന് വേണ്ടിയുള്ള തീരുമാനം. അപ്പോൾ നമ്മളത് ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്കിന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ സന്തോഷകരമായ ഒരു കാര്യമായിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റിട്ടില്ല. ഇനി കർത്താവ് കൂടെ നിൽക്കുന്ന തമ്പുരാൻ. ഇപ്പോൾ ഈ വലിയ വിരുന്നൊക്കെ നടത്തി ചുങ്കസ്ഥലത്ത് നിന്ന് മാനസാന്തരപ്പെട്ട് വന്ന ലേവിക്ക് പിന്നെ ഒന്നും പ്രശ്നമല്ല. അവിടെ പിറുപിറുപ്പാണ്. ഫരിസേയർ നിയമജ്ഞർ അവർ പിറുപിറുക്കാൻ തുടങ്ങി. ഇവരുടെ പാപിയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. പിറുപിറുപ്പൊന്നും അവനൊരു പ്രശ്നമല്ല. തമ്പുരാനും പ്രശ്നമല്ല. ഞാൻ നേടിയെടുത്ത എൻ്റെ ദൈവ പൈതല് ഇനി പിറുപിറുത്ത കുറ്റപ്പെടുത്തി നശിപ്പിക്കാൻ ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല. തമ്പുരാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കണ്ടോ? നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് എന്നൊരു പാപിക്ക് വേണ്ടി തമ്പുരാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കണ്ടോ? ബൈബിളിൽ അങ്ങനെ കുറെ റെക്കമെൻഡേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഇന്നലത്തെ സുവിശേഷത്തിൽ ഉപവാസത്തെക്കുറിച്ച്, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ദുഃഖമാചരിക്കാനാവുമോ, ഇത് പറഞ്ഞത് തൻ്റെ കൂടെ നിന്ന് ശിഷ്യന്മാർ ഉപവസിക്കാഞ്ഞതിനെ കുറിച്ച് അവർ പിറുപിറുത്തപ്പോൾ തമ്പുരാൻ അവർക്ക് വേണ്ടി സംസാരിച്ചതാണ്. തമ്പുരാൻ സംസാരിക്കുന്നത് കണ്ടോ? ഇനി അവര് കതിരുകൾ പറിച്ചു തിന്നപ്പോൾ, സാപത്തിൽ കതിരുകൾ പറിച്ചു തിന്നപ്പോൾ തമ്പുരാൻ അവർക്ക് വേണ്ടി സംസാരിച്ചു. സാപത്തിൻ്റെയും കർത്താവാണ് തമ്പുരാൻ, സാപത്ത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് കർത്താവ് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. ഇനി ഒരു പാപി അല്ലേ, അവൻ്റെ കാലുകൾ കഴുകിയപ്പോൾ ആ വിരുന്നിന് ക്ഷണിച്ചയാള്
ഈശോയെ ഒരു വീട്ടിലെ വിരുന്നിന് വിളിച്ചു. അപ്പോഴാണ് പാപിനി വന്ന സ്ത്രീ, ആ സ്ത്രീ വന്നിട്ട് കാല് കഴുകുന്നു. അപ്പം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഈശോ ഒരു പാപിനിക്ക് വേണ്ടിയിട്ട് ഈശോ പറയുന്നത് കണ്ടോ, ഇവൾ എന്നെ അധികം സ്നേഹിച്ചു. അധികം സ്നേഹിച്ചു. അധികം സ്നേഹിക്കുന്നത് ആരാ? വലിയ വിരുന്ന് നടത്തുന്നത് ആരാ? അധികം സ്നേഹിക്കുന്നത് ആരാ? കർത്താവിനെ തിരിച്ചറിയുന്നവരാണ് അധികം സ്നേഹിക്കുന്നത്. വലിയ വിരുന്ന് നടത്തുന്നത് ആരാ? കർത്താവിനെ സ്നേഹിക്കുന്നവരാ. അപ്പോൾ അങ്ങനെ കർത്താവ് ഒരു പാപിനിക്ക് വേണ്ടി കൂടി പോലും സംസാരിക്കുന്നു. ലേവിക്ക് വേണ്ടി സംസാരിച്ചത് നമ്മൾ ഇന്ന് കണ്ടു. ധൂർത്തപുത്രന് വേണ്ടി കർത്താവ് സംസാരിക്കുന്നുണ്ട്. മൂത്ത മകൻ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ എനിക്കൊന്നും തന്നില്ല, ധൂർത്തടിച്ച് വന്ന് ഇവന് വേണ്ടി എല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 15-32 വാക്യത്തിൽ പിതാവായ ദൈവം ആ ധൂർത്തപുത്രന് വേണ്ടി സംസാരിച്ചു. കല്ലെറിയപ്പെട്ട സ്ത്രീ ഉണ്ടല്ലോ, കല്ലെറിയാൻ വേണ്ടി ഓടിച്ചിട്ട് വന്ന സ്ത്രീ, ആ സ്ത്രീക്ക് വേണ്ടി കൂടി പോലും ഈശോ സംസാരിച്ചു. നിങ്ങൾ ഈ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ഒരു പാപിനിക്ക് വേണ്ടി, പാപിക്ക് വേണ്ടി. ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ അനുതപിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് നിലകൊണ്ടിട്ടുള്ളത്. അനുതപിക്കുന്നവർക്ക് വേണ്ടി, ഒരു പാപിക്ക് വേണ്ടിയിട്ടാണ് ഈശോ ഇത്ര റിസ്ക് എടുത്ത് സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ കൂടെ നിൽക്കുന്ന തമ്പുരാനാണ്. അതായത് പാപം ഉപേക്ഷിച്ചേ പറ്റൂ. നിന്നെ ഞാൻ രക്ഷിക്കാൻ തയ്യാറാണ്, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം തരാൻ തയ്യാറാണ്. പക്ഷെ നീ പാപം ഉപേക്ഷിക്കണം. ഇത് വിട്ടൊരു കളിയില്ല. ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് മരിച്ചത്. അതുകൊണ്ട് നീ കുമ്പസാരിക്കാതെ, പ്രിയ ദൈവപൈതലേ, നിന്നെ ദൈവം വിട്ടുകളയില്ല. പക്ഷെ നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നീ കുമ്പസാരിക്കണം, നീ എഴുന്നേക്കണം, കർത്താവിൻ്റെ കൂടെ നിൽക്കണം, കർത്താവിനെ നീ സ്നേഹിക്കണം, കർത്താവിന് വേണ്ടി. എന്നിട്ടൊരു ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിച്ചു നോക്കാം, നിങ്ങൾക്ക് കിട്ടും. ഈസ്റ്റർ വരാൻ പോകുകയല്ലേ, ഈസ്റ്റർ വരാൻ പോകുകയല്ലേ. കല്ലറ പിളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായ ഈശോയ്ക്ക് കല്ലറ പിളർക്കാൻ ആർക്കാ പറ്റുക? കല്ലറ പിളർക്കാൻ കഴിവുള്ളവന് നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായൊരു കാര്യം ചെയ്യാൻ പറ്റില്ലേ? മകന് വിവാഹം നടത്തി തരാൻ തമ്പുരാന് പറ്റില്ലേ? കല്ലറ പിളർക്കണത്രം പാടില്ലല്ലോ. ഒരു കുഞ്ഞിനെ തരാൻ കർത്താവിന് തരാൻ പറ്റില്ലേ? കല്ലറ പിളർക്കുന്ന ബുദ്ധിമുട്ടില്ലല്ലോ. നിങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ലേ? വീട് പണിത് തരാൻ പറ്റില്ലേ? നിങ്ങളുടെ കടബാധ്യത ഏറ്റെടുക്കാൻ പറ്റില്ലേ? മക്കളുടെ പഠനം നിങ്ങൾക്കൊരു അനുകൂലമാക്കി മാറ്റാൻ പറ്റില്ലേ? മദ്യപാനം മാറ്റിത്തരാൻ തമ്പുരാന് കഴിയും. ഒരു ഗിഫ്റ്റ് ചോദിക്ക്. ഗിഫ്റ്റ് ചോദിക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്ക്. ഈ ലേവി സ്നേഹിച്ചതുപോലെ ഒരു വലിയ വിരുന്ന് നടത്തത്തക്ക വിധത്തിൽ മാനസാന്തരമുണ്ടാകുകയും ആ സന്തോഷം ആസ്വദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ സന്തോഷം ആസ്വദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവം നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലാണ് വന്നിരിക്കുക. നമ്മൾ എന്നും നന്മ നിറഞ്ഞ മറിയമെ ചൊല്ലുമ്പോൾ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്നല്ലേ പറയുക. അപ്പം മറിയം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. ഈശോ പിതാവായ ദൈവത്തോട് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. നീ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായാൽ, നീ എഴുന്നേറ്റ് ഭക്ഷിക്കാൻ തയ്യാറായാൽ, നീ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാൻ തയ്യാറായാൽ, ഈ തപസ്സുകാലം അനുഗ്രഹമുള്ള കാലമായി മാറട്ടെ. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. ആമേൻ.